ആരോഗ്യം സർവ്വധനാൽ പ്രധാനം. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഗുഡ് ഹെൽത്ത്, ഗുഡ് ലൈഫ്. വെൽക്കം ടു ജിൻസ് നഴ്സിംഗ് ടിപ്സ്. നമ്മുടെ ശരീരത്തിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു മിനറലാണ് കാൽഷ്യം എന്നുള്ളത്. ഒരു ദിവസം 1000 മില്ലിഗ്രാം കാൽഷ്യം വരെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ വേണ്ട കാൽഷ്യം ഇല്ലാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോകാൽസ്യമia. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൈപ്പോകാൽസ്യമിയയെക്കുറിച്ചാണ്. ഇതിലേക്ക് വഴിതെളിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായി വൈറ്റമിൻ ഡിയുടെ കുറവ്. നമ്മൾ കഴിക്കുന്ന കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സഹായം ആവശ്യമാണ്, വളരെയധികം ആവശ്യമാണ്. രണ്ടാമതായി ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ്, പാങ്ക്രിയാറ്റൈറ്റിസ് മുതലായ രോഗങ്ങളുള്ളവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെയധികമുണ്ട്. അടുത്തതായിട്ട് വരുന്നതാണ് കാൽഷ്യത്തെ പോലെ തന്നെ മറ്റു പല മിനറലുകളും നമ്മുടെ ശരീരത്തിലുണ്ട്. സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് മുതലായവയൊക്കെ. ഇതിൻ്റെയൊക്കെ ക്രമാതീതമായ വർധനവും മൂലം കാൽഷ്യം കുറവ് വരാനായിട്ടുള്ള സാധ്യത വളരെയധികമാണ്. വേറൊന്നാണ് മെനോപോസായ സ്ത്രീകൾ, അതായത് ആർത്തവവിരാമം സംഭവിക്കുന്ന സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് മൂലം കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. നമ്മൾ കഴിക്കുന്ന കാൽഷ്യത്തിൻ്റെ 99% നമ്മുടെ എല്ലിനും പല്ലിനും വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. മിച്ചമുള്ള 1% അതെവിടെയാണ്? നമ്മുടെ കിഡ്നിക്കും ഹാർട്ടിനും ബ്രെയിനിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും എല്ലാം നമ്മെ സഹായിക്കുന്നത് ഈ മിച്ചമുള്ള 1%. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറവാണെന്ന് നമ്മളെ അറിയിച്ചു തരുന്നതും ഈ 1%കാരായ അവയവങ്ങൾ തന്നെ. ഹൈപ്പോകാൽസ്യമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി മസിൽ പിടുത്തം, ഉളുക്ക്, കാൽമുട്ടിലുണ്ടാകുന്ന വേദന, തണുപ്പാവുമ്പോഴുണ്ടാകുന്ന കാലിലെ വേദന, വിട്ടുമാറാത്ത മുടി കൊഴിച്ച്, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, BP-യിലുണ്ടാകുന്ന വേരിയേഷൻസ്, ഹൃദ്രോഗങ്ങൾ, നഖം പൊട്ടിക്കീറി പോകുന്നത്, നഖത്തിലുണ്ടാകുന്ന വിളറിയ നിറം, കണ്ണുകൾക്ക് വരുന്ന മങ്ങൽ, ഇതെല്ലാം കാൽഷ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരം കാണിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മളെല്ലാവരും തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സ് എടുക്കുന്നവരാണ് അല്ലേ? കാൽഷ്യം ടാബ്ലറ്റ് എടുക്കുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. മോർണിംഗ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാര്യം, നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് എടുത്തിട്ട് വെയിൽ കൊള്ളാറുണ്ടല്ലേ? വെയിലിൽ എന്തുണ്ട്? വൈറ്റമിൻ ഡി ഉണ്ട്. ഈ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് നമ്മൾ കഴിക്കുന്ന കാൽഷ്യത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കാൽഷ്യം ടാബ്ലറ്റ് രാവിലെ കഴിക്കാനൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പാലുൽപ്പന്നങ്ങൾ, മുട്ട, മീൻ, ഇതിലൊക്കെ തന്നെ കാൽഷ്യം വളരെയധികം ധാരാളമായുണ്ട്. ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ കാൽഷ്യം. പ്രകൃതി തന്നെ നമുക്ക് കാൽഷ്യത്തിൻ്റെ വലിയൊരു കലവറ നിരത്തി വയ്ക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വളരെ ഈസിയായി വളർത്താൻ പറ്റുന്ന വെണ്ടയ്ക്ക നല്ലൊരു കാൽഷ്യം റിച്ച് ഫുഡാണ്. അതുപോലെ തന്നെ ശതാവേരിയുടെ കാമ്പ്, ചീര, ബ്രോക്കോളി, വെള്ളക്കടല, ചിയ സീഡ്, എള്ള്, സോയാബീൻ, ഞണ്ട്, പനീർ, ചീസ്, ബട്ടർ, ഇതെല്ലാം തന്നെ കാൽഷ്യം റിച്ച് ഫുഡാണ്. ഇനി പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഏതാണ് പ്രധാനമെന്നല്ലേ? കാൽഷ്യം വളരെയധികം സമ്പുഷ്ടമായി നിൽക്കുന്ന ഒന്നാണ് ഓറഞ്ച്. ഓറഞ്ചിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കിവി. ഇനി ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈന്തപ്പഴം, ആൽമണ്ട്, അത്തിപ്പഴം മുതലായവയൊക്കെ കാൽഷ്യം റിച്ച് ഫുഡാണ്. ഇനി നമ്മൾ കാൽഷ്യത്തിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുമല്ലോ അല്ലേ? അതുപോലെ തന്നെ കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴത്തേക്കും മോർണിംഗ് ടൈമിൽ കഴിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അല്ലേ? മറ്റൊരു ടോപ്പിക്കുമായി ഇനി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.